ഇത് 2007 ഏപ്രിൽ മാസത്തിലെ ഇസ്ലാഹ് മാസിക. ഇതിൽ നിന്നും നാം വായിക്കുക. എന്താണ് ഇതിൽ പരാമർശിച്ച വിവാദ വിഷയം? രാത്രിയുടെ ഇരുളിൽ തപ്പിത്തടഞ്ഞു നീങ്ങുന്ന ഒരാൾ തന്റെ തൊട്ടടുത്ത് നിന്ന് ശബ്ദം കേൾക്കുന്നു, ആളെ കാണുന്നില്ല. തന്റെ മുമ്പിലുള്ള ഈ ശബ്ദത്തിന്റെ ഉടമ ജിന്നായിരിക്കാം എന്ന വിശ്വാസത്തിൽ എന്നെ ഒന്ന് സഹായിക്കാമോ, ഒരു വെളിച്ചം തരാമോ എന്നാവശ്യപ്പെട്ടാൽ അത് അഭൗതികമോ കാര്യകാരണ ബന്ധത്തിന് അപ്പുറമുള്ളതോ അല്ലെങ്കിൽ സൃഷ്ടികളുടെ കഴിവിൽ പെടാത്തത് തേടുകയല്ല. ആ സഹായാർത്ഥന ശിർക്കുമല്ല. പകൽ വെളിച്ചത്തിൽ വിജനമായ മരുഭൂമിയിലൂടെ വഴിയറിയാതെ നടന്നു നീങ്ങുന്ന ഒരാൾ പരിസരത്ത് ആരെയും കാണുന്നില്ല. ഇവിടെ എൻ്റെ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും, മനുഷ്യൻ, മലക്ക്, ജിന്ന്, എന്നെ സഹായിക്കട്ടെ എന്ന് നനച്ച് പടപ്പുകളെ എന്നെ സഹായിക്കണേ, എനിക്കു വഴി കാണിച്ചു തരണേ എന്ന് ഉച്ചത്തിൽ വിളിച്ചു പറയുന്നുവെങ്കിൽ അഭൗതിക മാർഗത്തിലുള്ള സഹായതേട്ടം അതിലില്ല. നാം കേട്ടത് 2007 ഏപ്രിൽ മാസത്തിലെ ഇസ്ലാഹ് മാസികയിൽ അബ്ദുൽ ജബ്ബാർ മൗലവി എഴുതിയ വരികളാണ്. എന്താണിവിടെ പരാമർശിക്കപ്പെട്ടത്? ഹാജറുണ്ട് എന്ന സങ്കല്പത്തിൽ ജിന്നുകളോട് അവക്ക് കഴിവ് നൽകപ്പെട്ട കാര്യങ്ങളിൽ അവയോട് സഹായം ചോദിച്ചാൽ അതിൽ അഭൗതികതയില്ല, പ്രാർത്ഥനയില്ല. അതിനാൽ അത് ശിർക്കുമല്ല. ചുരുക്കി പറഞ്ഞാൽ, ഹാജറുണ്ടെന്ന് കരുതി ജിന്നുകളോട് അവയുടെ കഴിവിൽപ്പെട്ട കാര്യങ്ങളിൽ ആരെങ്കിലും സഹായം തേടിയാൽ അത് ശിർക്കല്ല എന്നർത്ഥം. അഭൗതിക മാർഗം, മറഞ്ഞ വഴി എന്നെല്ലാം പറയുന്നതിന്റെ ആശയം എന്താണെന്ന് മനസ്സിലാവാതെ പോയതാണ് ഇത്തരം വിഡ്ഢിത്തങ്ങൾ എഴുതാൻ ഇവരെ പ്രേരിപ്പിക്കുന്നത്. ഹറാം തിന്നുന്നവർക്ക് സത്യം ഗ്രഹിക്കാൻ പ്രയാസമായിരിക്കുമെന്ന് ഇമാം ഗസാലിയെ പോലുള്ള പണ്ഡിതന്മാർ പ്രഖ്യാപിച്ചത് വളരെ യാഥാർത്ഥ്യമാണ്. എന്നിട്ട് അദ്ദേഹം ഒരു ഉദാഹരണത്തിൽ പറയാ. എന്താ ഉദാഹരണം? കേട്ടോളൂ. ഈ സംഭവത്തിന് ഉദാഹരണം പറയാണ്. നോക്കുക. നാം പറയുന്ന ഈ വാദം എന്താണെന്ന് പോലും മനസ്സിലാക്കാതെയാണ് ഇവർ ഖണ്ഡനം എഴുതുന്നത്. എന്നിട്ട് ജബ്ബാർ മൗലവി പറഞ്ഞ പോലെ ഒരു ഉദാഹരണം സലാം സുല്ലമി തന്റെ ലേഖനത്തിൽ എഴുതുക. കണ്ടോളൂ. എന്താ പറയുന്നത്? ഒരു മുസ്ലിയാർ ഒരു മരുഭൂമിയിൽ അകപ്പെട്ടു, വിജനപ്രദേശത്ത് അകപ്പെട്ടു. ദാഹജലത്തിന് വേണ്ടി അയാൾ നെട്ടോട്ടമോടുകയാണ്. വെള്ളമില്ല കുടിക്കാൻ, മരിക്കാറായി. അങ്ങനെ നെട്ടോട്ടമോടുകയാണ്. അപ്പോൾ അയാൾ ഒരു അശരീരി കേട്ടു. അശരീരി പലതുകൊണ്ടും കേൾക്കാലോ. അങ്ങനെ അശരീരി കേട്ടു. ആ ഹാജറ ബീവിയുടെ സംഭവത്തെ അടിസ്ഥാനമാക്കി അയാൾ ആ ശബ്ദം പുറപ്പെടുവിച്ച ആളെ ഉദ്ദേശിച്ചുകൊണ്ട്, നിന്റെ അടുക്കൽ വെള്ളമുണ്ടെങ്കിൽ എന്നെ സഹായിക്കൂ എന്ന് ദയനീയമായ സഹായതേട്ടം നടത്തിയാൽ മുസ്ലിയാർ ശിർക്ക് ചെയ്യുന്നില്ല. അപ്പോ ഒരാൾ മരുഭൂമിയിൽ അകപ്പെട്ടു പോയി, ഒരു ശബ്ദം കേട്ടു. അപ്പൊ അയാൾ ചിന്തിക്കാണ്, ഹാജറ ബീവിയുടെ അടുക്ക പണ്ട് മലക്ക് വന്നിട്ടുണ്ട്, ആ മലക്ക് ഇവിടെ വന്നാലോ, ആ മലക്ക വരും, അങ്ങനെ എനിക്ക് വെള്ളം തരും എന്നയാൾ നനച്ചിട്ട്, എനിക്ക് വെള്ളം തരുമോ, ആ ശബ്ദം പുറപ്പെടുവിച്ച ആൾ ഉദ്ദേശിച്ചിട്ട് എനിക്ക് ഇച്ചിരി വെള്ളം തരുമോ എന്ന് ചോദിച്ചാൽ, സഹായം ആവശ്യപ്പെട്ടാൽ മുസ്ലിയാർ ശിർക്ക് ചെയ്യുന്നില്ല. കണ്ടോ? ഇത് സലാം സുല്ലമി എഴുതാ.